കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രലിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് മുന്നോടിയായി നെയ്യപ്പം ചുടൽ നേർച്ച ചടങ്ങ് നടന്നു. പള്ളിയിലെ 31 കുടുംബ യൂണിറ്റുകളുടെ സഹകരണത്തോടെ 900 കിലോ അരിയുടെ നെയ്യപ്പമാണ് ഇത്തവണ നേർച്ചയായി തയ്യാറാക്കിയത്. പെരുന്നാൾ ദിനമായ ആഗസ്റ്റ് 15 രാവിലെ 3 കുർബാനയും തുടർന്ന് സുനോറോ വണങ്ങൽ, നേർച്ച സദ്യ എന്നിവയും നടക്കും. സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലെ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് മുന്നോടിയായി ഓഹരികൾ എടുക്കുന്ന വിശ്വാസികൾക്കായുള്ള നെയ്യപ്പം ചുടൽ ചടങ്ങ് പൂർത്തിയായി. ഈ വർഷം 900 കിലോ അരിയുടെ നെയ്യപ്പമാണ് നേർച്ചയായി തയ്യാറാക്കിയത്. പള്ളിയിലെ 31 കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് നെയ്യപ്പം ചുടൽ ചടങ്ങ് പൂർത്തിയാക്കിയത്. പ്രധാന പെരുന്നാൾ ദിവസങ്ങളിൽ നേർച്ചയായി നെയ്യപ്പം തയ്യാറാക്കുന്നത് കുറുപ്പമ്പടി പള്ളിയിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ്. ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി വിശ്വാസികളാണ് നെയ്യപ്പം നേർച്ചയിലും പെരുന്നാൾ ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിനായി കുറുപ്പമ്പടിയിൽ എത്തുന്നത്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഈ ദേവാലയം കുറുപ്പമ്പടി സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ 2022 ജൂൺ മാസം 1-ാം തീയതി മുതൽ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അകപ്പെട്ടുകൊണ്ട് ഇവിടെ ധ്യാനയോഗം ആരംഭിച്ചു. ആദ്യ ദിവസത്തിൽ ദേവാലയത്തിന്റെ അകത്തന്ന് 40 പേരാണ് കടന്നു വന്നത്. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ ശുശ്രൂഷ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു വന്നപ്പോൾ അത് പിന്നീട് കൂടി വന്ന് ഈ ദേവാലയം നിറഞ്ഞു കഴിഞ്ഞ് 100-400 പേരായി കഴിഞ്ഞപ്പോൾ ദേവാലയത്തിന് മുറ്റത്ത് ഈ ശുശ്രൂഷ ഇപ്പോൾ നിറവേറ്റി വരികയാണ്. ഓരോ ബുധനാഴ്ചകളിലും ഇപ്പോൾ 4.25 വർഷം പിന്നിട്ട് 214ാമത്തെ ധ്യാനം ഇന്ന് കഴിഞ്ഞു. ഏകദേശം 1700-2000 ആളുകൾ ഓരോ ബുധനാഴ്ചയും ദൂരത്തിനും ചാരത്തിനുമായി കടന്നു വരുന്നു. ഒത്തിരി സങ്കടങ്ങളും ഭാഗങ്ങളുമായിട്ട് കടന്നു വരുന്ന ആളുകളാണ് കൂടുതലും. പക്ഷേ ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കേട്ട് ആശ്വാസം കിട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, അതിൽ നിന്ന് ആ പ്രശ്നങ്ങൾക്കെല്ലാം വിടുതൽ ലഭിക്കുവാനും ഓരോ ആഴ്ചകളിലും ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെ വായിച്ചു കേൾക്കുകയാണ്. ഇവിടെ വരുന്നവരെല്ലാം പറയുന്നു ഇവിടെ വന്നിട്ട് ഈ ധ്യാനം കൂടി തിരിച്ചു പോകുമ്പോൾ ഒത്തിരി ആശ്വാസം കിട്ടുന്നു, സമാധാനം കിട്ടുന്നു എന്നുള്ളതാണ്. ദൈവവചനം കേൾക്കുവാനും വിശുദ്ധ കുമ്പസാരം നടത്തുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും എല്ലാം വലിയ താല്പര്യം, ദാഹം ആളുകൾക്ക് ഉണ്ടാവുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധനായ കുര്യാക്കോസ് സഹോദരന്റെയും പരിശുദ്ധനായ പരിമല കൊച്ചിൻ്റെയും മധ്യസ്ഥതയുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. എല്ലാത്തിനുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തുടർന്നുള്ള നാളുകളിലും ഈ ധ്യാനയോഗം വളരെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേർച്ചയുടെ വിജയകരമായ നടത്തിപ്പിന് സഹായങ്ങളും സഹകരണങ്ങളും നൽകിയ മുഴുവൻ കുടുംബ യൂണിറ്റ് അംഗങ്ങൾക്കും പള്ളി ഭരണസമിതി അംഗങ്ങൾക്കും പള്ളി ഭാരവാഹികൾ അഭിനന്ദനം അറിയിച്ചു. ആഗസ്റ്റ് 15 രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥനയും 8:30 3 കുർബാനയും നടക്കും. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന, സൂനോറോ വണങ്ങൽ, നേർച്ച സദ്യ എന്നിവയും പ്രദക്ഷിണവും ഉൽപ്പന്ന ലേലവും നടക്കും. ചടങ്ങുകൾക്ക് ശേഷം കൊടിയിറങ്ങും. ചരിത്രപ്രസിദ്ധമായ കുറുപ്പമ്പടി മാർത്തോമാ സിറിയാനി കത്തീഡ്രലിലെ ഓഗസ്റ്റ് 15-ാം തീയതി വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് ഓഹരികൾ എടുക്കുന്നവർക്കുള്ള നെയ്യപ്പ നേർച്ച തയ്യാറാക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം 900 കിലോ അരിയുടെ നെയ്യപ്പം നേർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അത് 31 കുടുംബ യൂണിറ്റുകളിൽ നിന്നും ആളുകൾ സഹകരിച്ച് അത് ചുട്ട് ഓഹരി എടുക്കുന്നവർക്ക് നേർച്ചയായി കൊടുത്തു വിടുന്ന ഒരു സംവിധാനമാണ് നൽകപ്പെടുന്നത്. അതിനായി സഹകരിച്ച മുഴുവൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികളും പള്ളി ഭരണസമിതി അംഗങ്ങളോടും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.